ശാസ്ത്രീയ യജുർവേദ പഠനം ക്ലാസ് 60. നമ്മൾ 12-ാമത്തെ അധ്യായത്തിൽ 21 മുതൽ 30 വരെയുള്ള മന്ത്രങ്ങളാണ് നോക്കുന്നത്. ഇതിൽ എല്ലാം ദേവത അഗ്നിയാണ്. അഗ്നി എന്ന് പറയുന്നത് ഊർജമായിട്ടെടുക്കണം. അപ്പം ഊർജത്തിൻ്റെ സ്വഭാവങ്ങൾ, പലതരം പ്രവർത്തനങ്ങൾ, ഉപയോഗങ്ങൾ ഇതെല്ലാമാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഊർജം എന്ന് പറയുമ്പോൾ എല്ലാമായിട്ടെടുക്കണം. തീയാണ്, ചൂടാണ്, വെളിച്ചമാണ്, ഇലക്ട്രിക്കൽ എനർജി, മെക്കാനിക്കൽ, ഇങ്ങനെയുള്ള എല്ലാമായിട്ട് കാണണം. ആദ്യം നമുക്ക് 21 നോക്കാം. അഗ്നിയുടെ ഉപയോഗം പറയുന്ന നോക്കാം. സൂര്യൻ്റെ ശക്തി വിശേഷത്താലാണ് ഔഷധികൾ വളരുന്നത്. ഔഷധികൾ എന്ന് പറഞ്ഞാൽ ചെടിയിലുള്ളതാണ്, മരുന്നുകളാണ്, ചെടികളിൽ നിന്നാണ്. സൂര്യൻ്റെ ശക്തി വിശേഷത്താൽ, അപ്പം സൂര്യനിൽ നിന്ന് കിട്ടുന്ന ഊർജം ഉപയോഗിച്ചാണ് ചെടികൾ വളരുന്നത്. എങ്ങനെ? ഇലയിൽ നിന്ന് സൂര്യൻ്റെ വെളിച്ചം ഉപയോഗിച്ച് ഭക്ഷണം പ്രിപ്പയർ ചെയ്തിട്ടാണ് അത് വളരുന്നത്. ആധുനിക സയൻസ് പറയുന്ന കാര്യം തന്നെ. സൂര്യരശ്മികൾ ഭൂമിയിൽ കുത്തനെ പതിക്കുന്നുണ്ട്. അത് സൂര്യനിൽ നിന്നും രശ്മികൾ വരുന്നുണ്ട്. ഈ കുത്തനെ പതിക്കുന്ന രശ്മികളാണ് ഇവിടെ ഇലകൾ, ചെടികൾ ഭക്ഷണം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. സൂര്യമഹിമ ഉയർന്നതാണ്. അതായത് അതിൻ്റെ കഴിവ് വളരെയധികമാണ്. സൂര്യൻ്റെ കഴിവ്, അതിൻ്റെ ഊർജം ചെടികളെ വളർത്തിലേക്കെല്ലാം സഹായിക്കുന്നുണ്ട്. പിന്നെയോ സൂര്യൻ്റെ രശ്മികളാൽ ആകാശത്തിലായാലും ഭൂമിയിലായാലും മുഴുവൻ സ്ഥലങ്ങളും പ്രകാശിച്ചു നിൽക്കുന്നു. സൂര്യനിൽ നിന്നുള്ള പ്രകാശമാണ് ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നത്. അപ്പം സൂര്യൻ ചെടികളെ വളരാൻ സഹായിക്കുന്നു, ആകാശത്തെ മുഴുവൻ എല്ലായിടവും പ്രകാശിപ്പിക്കുവാൻ സഹായിക്കുന്നു. എല്ലാ പ്രപഞ്ചത്തിലെ എല്ലാ ഐശ്വര്യത്തിന് പിന്നിലുള്ളതും ആരാണ്? സൂര്യൻ തന്നെയാണ്. സൂര്യനില്ലെങ്കിൽ ഇവിടെ ഭൂമിയിൽ ജീവജാലങ്ങൾ ഉണ്ടാവില്ല. അപ്പം ഭൂമിയിൽ സൂര്യനുള്ളത് കൊണ്ടാണ് ഭൂമിയിൽ, സൂര്യനിൽ നിന്നുള്ള ഊർജം കൊണ്ടാണ് ഭൂമിയിൽ നമ്മളെല്ലാം നിലനിൽക്കുന്നത്. എന്നിട്ട് 22 പറയുകയാണ്, അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണം? ഈ ഭരണാധിപതിയെ, ലോകത്തെ ഭരിക്കുന്ന പത്നിയാണ്, ഊർജമാണ്. ഊർജത്തിലൂടെയാണ് ലോകം മുന്നോട്ടേക്ക് പോകുന്നത്. അതുകൊണ്ട് പീഠത്തിലിരിക്കുക. പീഠത്തിലിരിക്കുക എന്ന് പറഞ്ഞാൽ കസേര പിടിച്ചിരുത്താനല്ല പറയുന്ന അഗ്നി. കസേര ചിലപ്പം കത്തിപ്പോകും. എവിടെയെല്ലാം യജ്ഞം ചെയ്യണ്ടോ അവിടെ അഗ്നിയെ പ്രതിഷ്ഠിക്കുക. അഗ്നിയെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ അഗ്നി ആ കാര്യം സാധിപ്പിച്ചു തരും. ചോറുണ്ടാക്കുമ്പോൾ അഗ്നിയെ അവിടെ പ്രതിഷ്ഠിക്കുക, ആ പീഠത്തിലിരുത്തുക. അത് അരിയിനെ ചോറാക്കി തരും. എങ്ങനെയെന്നാൽ അഗ്നിയാണ് പറയുന്നത്. സൂര്യനെ പോലെ സമ്പത്തിൻ്റെ അധിപതിയും എല്ലാ സമ്പത്ത് നൽകുന്നതും ആരാണ്? അഗ്നിയാണ്. സൂര്യനെ പോലെ. സൂര്യനാണ് ഭൂമിയിൽ ചെടികളും ജീവജാലങ്ങളെല്ലാം ഉണ്ടാകുന്നതിന് കാരണമാണ്. അതുപോലെ അഗ്നിയാണ് എല്ലാ സമ്പത്തിൻ്റെ അധിപൻ. ഊർജം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ഉണ്ടാക്കുന്നത്. ഊർജം ഉപയോഗിച്ച് എല്ലാം ഉണ്ടാക്കുമ്പോൾ നമ്മൾ വിറ്റിട്ട് പൈസയും ഉണ്ടാക്കും. വിവേകം നൽകുന്നതും അഗ്നിയാണ്. വിവേകം നൽകുവാൻ നമുക്ക് ബുദ്ധി കിട്ടണമെങ്കിൽ ചിന്തിക്കണം. ചിന്തിക്കണ്ടെങ്കിലും അവിടെ എന്ത് വേണം? ഊർജം വേണം. അവിടെ ഒരു രാസപ്രവർത്തനത്തിലൂടെയുള്ള ഊർജത്താലാണ് നമ്മൾ ചിന്തിക്കുന്നത്. സമൃദ്ധി നൽകുന്നവൻ. നമ്മുടെ എല്ലാ സമൃദ്ധിയും കിട്ടണമെങ്കിൽ ഊർജത്തിലാകട്ടെ പറ്റുള്ളൂ. പിന്നെയോ വീര്യപുത്രൻ്റെ പിതാവിനെ പോലെയാണ്. അതായത് പിതാവ് നല്ല വീര്യവാനാണെങ്കിൽ മക്കൾക്കും അതിനുള്ള ഉന്മേഷം കിട്ടും. അതുപോലെ അഗ്നി നമ്മളെ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഉന്മേഷമാണ്. ഭരണാധിപൻ നിന്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കട്ടെ. അതായത് അഗ്നിയെ ഭരിക്കുന്നവനാണ്. നമ്മൾ ജോബ് വെക്കുമ്പോൾ നമ്മളെല്ലാം തന്നെയാണ് അഗ്നിയെ ഭരിക്കുന്നത്. അതിൻ്റെ അഗ്നിയെ ശക്തി പ്രാപിപ്പിക്കും. ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ അഗ്നിക്ക് പല ഇന്ദ്രിയങ്ങളുണ്ട്. വെളിച്ചം കൊണ്ടെടുത്ത് വെളിച്ചം ഉപയോഗിക്കും യജമാനൻ. അതായത് അഗ്നി ഉപയോഗിച്ച് വെളിച്ചം ഉണ്ടാക്കിയെടുക്കും.
ചൂട് വേണ്ടിക്ക് ചൂട് രൂപത്തിലെടുക്കും, പിന്നെ വല്ല ഇലക്ട്രിക് രൂപത്തിലാക്കണ്ടിക്ക് അങ്ങനെ ആക്കിയെടുക്കും. ഇനി 23, അഗ്നി ജഗത്തിൻ്റെ നാഥനാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ നാഥനാണ് അഗ്നി. അഗ്നിയിലേക്ക് പ്രപഞ്ചമില്ല. പ്രപഞ്ചം ഉണ്ടായത് തന്നെ ഊർജത്തിൽ നിന്നാണ്. ഊർജമാണ് ദ്രവ്യമായിട്ട് മാറിയത്. E=mc² അല്ല. വൈര്യത്തെ ഇല്ലാതാക്കുന്നതും ആകാശഭൂമികളാണ്. ഈ ഭൂമിയിലുള്ള വൈര്യങ്ങളെല്ലാം ഉണ്ടാക്കുന്നതിന് പിന്നിലുള്ളതും ആകാശഭൂമികളാണ് എന്ന് വെച്ചാൽ ഗ്രഹങ്ങളാണ് ഈ ഭൂമിയെ മുന്നോട്ടേക്ക് നയിച്ചുകൊണ്ട് പോകുന്നത്. ആരും പരസ്പരം ഏറ്റുമുട്ടാതെ, നമുക്കറിയാലോ കാട്ടിലെന്തെല്ലാം മൃഗങ്ങൾ അതെല്ലാം പരസ്പരം പിടിച്ച് തിന്നുന്നതാണ്. എന്നിട്ടും ചിലത് മറ്റേനെ പിടിച്ച് തിന്നു. പക്ഷെ എന്നിട്ടും അവയെല്ലാം പരിപാലിക്കുന്നുണ്ട് ഒരു സന്തുലന അവസ്ഥയിൽ. പുല്ലുകളെല്ലാം അറിയാലോ, നമ്മൾ മനുഷ്യർ പുല്ല് വെട്ടാൻ നോക്കിക്കഴിഞ്ഞാൽ എത്ര വെട്ടി തീർന്നാലും പുല്ല് വാങ്ങി കിടക്കും. കാരണം പുല്ലും ഭൂമിക്ക് ആവശ്യമാണ്. നമ്മൾ എന്ത് തന്നെ നശിപ്പിച്ചാലും പിന്നെയും വരുന്നില്ല, കണ്ടില്ലേ? അപ്പോൾ ഒന്നിനെ പൂർണ്ണമായി നശിപ്പിക്കാൻ അത്ര എളുപ്പമൊന്നുമല്ല. അത് കാലം തന്നെയാണ് വിചാരിച്ചാലേ നടക്കുകയുള്ളൂ. ഭൂമിയിൽ ശാന്തിയും സമാധാനവും കിട്ടേണ്ടിക്ക് എന്ത് വേണം? അഗ്നി വേണം. ശാന്തിയും സമാധാനം ഇപ്പം അഗ്നി തന്നെയാണ്. ലോകത്തിൽ ന്യൂക്ലിയർ ബോംബുള്ള രാജ്യത്തെ ആരും കയറി അറ്റാക്ക് ചെയ്യില്ല. എന്തുകൊണ്ടാണ് റഷ്യയും ചൈനയും ഇത്രയും ശത്രുതയായിട്ട് ഏറ്റുമുട്ടാത്തത്? രണ്ടുപേരുടെ കൈമേലും അഗ്നിയുണ്ട്. എന്ത് ഊർജം, ആറ്റോമിക് എനർജി. പേടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം ശാന്തി വരണ്ടിക്കൽ അഗ്നി വിചാരിച്ചല്ലേ? ലോകത്തിൽ ശാന്തി ഉണ്ടാകുന്ന അഗ്നി കൊണ്ട് തന്നെയാണ്. പിന്നെയോ അങ്ങനെയുള്ള അഗ്നിയോട് പറയുകയാണ്, മറ്റാരും കാണാതെ നിൻ്റെ താമസ സ്ഥലം വേറെ എവിടെയാണ്? അപ്പോൾ അവിടെ പറയുന്നതിൻ്റെ അർത്ഥം അഗ്നി എവിടെയല്ലോ ഒളിച്ചിരിക്കുന്നുണ്ട്. നിൻ്റെ മറ്റാർക്കും കാണപ്പെടാത്ത രഹസ്യമായ സ്ഥാനം എവിടെയാണ് എന്ന് ചോദിക്കുകയാണ്. അഗ്നി പലയിടത്തും ഒളിച്ചിരിക്കുന്നുണ്ട്. അതിനെ, അതായത് ചിലപ്പോൾ പെട്രോള്, ചിലപ്പോൾ ഡീസൽ, ഇതെല്ലാമായിട്ട് എടുക്കുന്നുണ്ട്. ഇനി അത് കിട്ടില്ല എന്ന് പറഞ്ഞാലും വേറെ എവിടെ അഗ്നി ഉള്ളതെന്ന് നോക്കിയാൽ ഒളിച്ചു നോക്കിയിട്ടാണ് പിന്നെ എന്ത് ചെയ്യുന്നത്? വെള്ളച്ചാട്ടത്തിൻ്റെ ശക്തി ഉപയോഗിച്ചിട്ട് വൈദ്യുതി ഉണ്ടാക്കുന്നത്. അതും അഗ്നി തന്നെ, അഗ്നിയുടെ വേറെ രൂപം. അതും കിട്ടുന്ന കുറവാണെന്ന് നോക്കുമ്പോൾ പിന്നെ കാറ്റിന്മേലൊരു ശക്തിയുണ്ട്, ഊർജമുണ്ട്. അത് വെച്ചിട്ടാണ് പങ്ക കറക്കിയിട്ട് വൈദ്യുതി ഉണ്ടാക്കുന്നത്. ഇപ്പം സോളാർ ഉപയോഗിച്ചിട്ട് വൈദ്യുതി ഉണ്ടാക്കുന്നത്. അപ്പം എവിടെയല്ലോ അഗ്നി ഊർജം ഒളിച്ചിരിക്കുന്നുണ്ട്. അതിനെല്ലാം മനുഷ്യൻ അന്വേഷിച്ച് കണ്ടെത്തുകയാണ്. അത് പൂർണ്ണ ജ്ഞാനത്തിൻ്റെ കേന്ദ്രമാകുന്നു. നമ്മളെ ബുദ്ധി വികസിക്കുന്നതനുസരിച്ച് ഈ ഊർജത്തിൻ്റെ സ്രോതസ്സുകൾ നമ്മൾ പലതും കണ്ടുവരും. അതിനുള്ള ബുദ്ധി നമുക്ക് തരുന്നതും ആ ഊർജം തന്നെയാണ്. എല്ലാവിധ ജനങ്ങളും നിന്നെ ബഹുമാനിക്കുകയാണ്. അപ്പോൾ അഗ്നിയില്ലാതെ എല്ലാതരം ജനങ്ങളും, പട്ടിയും പൂച്ചയടക്കം അഗ്നി വേണം. അതിനുള്ള ഊർജം കിട്ടുന്നത് എന്താണ്? ഭക്ഷണത്തിൽ നിന്നാണ്. ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്നതും ഊർജമാണ്, അഗ്നിയാണ്. ഇനി 24, മർത്യത തികഞ്ഞവർക്കിടയിൽ ഈശ്വരൻ ജ്ഞാനത്തെ ഉണ്ടാക്കിയെടുക്കുന്നു. മനുഷ്യരുടെ ഇടയിൽ ഈശ്വരൻ എന്ത് ചെയ്യുന്നുണ്ട്? ജ്ഞാനത്തെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. മനുഷ്യരിൽ ജ്ഞാനമുള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള ഊർജ സ്രോതസ്സുകളെല്ലാം സയൻസിൻ്റെ സഹായത്താൽ കണ്ടെത്തുന്നത്. ഇപ്പം വേസ്റ്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്നും നമുക്ക് ഊർജം ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം ശാസ്ത്രലോകം ചിന്തകന്മാർ പലതരത്തിൽ ചിന്തിച്ചിട്ട് പുതിയ ഊർജ സ്രോതസ്സുകൾ കണ്ടെത്തിയിരിക്കുന്നതാണ്. പണ്ട് കാലത്ത് വിറക് വേണമായിരുന്നു, അതെല്ലാം പോയിട്ടാണ് പിന്നെ ഗ്യാസായി, പിന്നെ ഇലക്ട്രിക്കായി, അങ്ങനെ പലതരത്തിൽ പോവുകയാണ്. ഈശ്വരൻ ജ്ഞാനത്തെ കേന്ദ്രീകരിച്ചിരിക്കുന്നു മനുഷ്യൻ്റെ ബുദ്ധിയിൽ. ഈ ജ്ഞാനം പരിശുദ്ധമാണ്. ഈ ജ്ഞാനം ഉപയോഗിച്ച് വേണം മനുഷ്യൻ എന്തുണ്ടാക്കാൻ? പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ട് ആ ഊർജമെല്ലാം കണ്ടെത്തിയിട്ട് ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ. അവ സ്വീകരിക്കപ്പെടേണ്ടതുമാണ്. നമ്മൾ ജ്ഞാനം ഉപയോഗിച്ചിട്ട് പുതിയ തത്വങ്ങൾ കണ്ടെത്തണം. വിവേകം നിറഞ്ഞവരും അനശ്വരന്മാരുമാണ് അത്തരം മനുഷ്യർ. അങ്ങനെയുള്ള മനുഷ്യരെയാണ്
വിവേകികൾ എന്ന് പറയുന്നത് അവർ അനശ്വരന്മാരാണ്. അവരുടെ ചിന്തകൾ അവർ കണ്ടെത്തുന്നത് എല്ലാ കാലത്തും അവരെ ഓർക്കും. ഇപ്പം വൈദ്യുതി കണ്ടുപിടിച്ച ആൾക്കാരെല്ലാം എല്ലാ കാലത്തും ഓർക്കും. ജ്ഞാനത്തിൻ്റെ ശക്തിയാലാണ്, ഈ അറിവിലൂടെയാണ് പ്രപഞ്ചത്തിൽ ഫലമുണ്ടാകുന്നത്. പുതിയ പുതിയ പ്രപഞ്ചത്തിൽ ഉന്നതികൾ ഉണ്ടാകുന്നത് ഏതിലൂടെയാണ്? ഈ അറിവിലൂടെയാണ്, ഈ ജ്ഞാനത്തിലൂടെയാണ്. നമ്മൾ പുതിയ ശാസ്ത്രജ്ഞന്മാർ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാക്കിയിട്ട് ലോകത്തെ നിലനിർത്തുന്നത്. ഈ ലോകം നിലനിർത്തുന്നതും ഈ ജ്ഞാനത്താലാണ്. ചിന്തകരായ ആൾക്കാരാണ് ലോകത്തെ നിലനിർത്തുന്നത്. അത്തരം ചിന്തകരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്രാഹ്മണർ എന്ന് പറയുന്നത്. അത്തരം ശാസ്ത്രജ്ഞന്മാർ അവരാണ് ഈ ലോകത്തെ നിലനിർത്തുന്നത് ജ്ഞാനത്തിൻ്റെ ബലത്താൽ. ജ്ഞാനത്തിലൂടെ അവർ കണ്ടെത്തുന്നത് എന്താണ്? ഊർജവും മറ്റും. പ്രകാശം വന്നെത്തി ഇരുട്ടിനെ ദൂരീകരിക്കട്ടെ. പ്രകാശം എന്ന് പറഞ്ഞാൽ ജ്ഞാനമായ പ്രകാശത്തിലൂടെ ഇരുട്ടിനെ ദൂരീകരിക്കട്ടെ. ഇനി 25 കാണപ്പെടുന്നതും അല്ലാത്തതുമായ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ഈശ്വരൻ. ഈശ്വരനാണ്. നമ്മൾ ഈ കാണുന്ന ലോകവും കാണപ്പെടാത്ത ലോകവും, 14 ലോകങ്ങളുണ്ട്. എല്ലാം ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. നമുക്ക് കാണാൻ പറ്റുന്നതിനൊരു ലിമിറ്റ് ഉണ്ട്. അപ്പം കാണപ്പെടുന്നതും അല്ലാത്തതുമായി പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ആരാണ്? ഈശ്വരൻ. ആ ഈശ്വരനെ മനസ്സിലാക്കുക. ഈ പ്രപഞ്ചം ഏതിൽ നിന്നാണ് ഉണ്ടായത് എന്ന അത് മനസ്സിലാക്കുക. അതാണ് ഈശ്വരൻ. ശാസ്ത്രലോകത്തിന് അവിടെ എത്താൻ പറ്റിയില്ല. അവർ ഇലക്ട്രോണും പ്രോട്ടോണും ഊർജനും ക്വാണ്ടം മെക്കാനിക്സിലെത്തിയിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് കടക്കാൻ പറ്റിയില്ല. ഏതിൽ നിന്നാണ് ഈ ഇലക്ട്രോണും പ്രോട്ടോണും ഉണ്ടായത് അതവർക്ക് മനസ്സിലായില്ല. അതിനെ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുക. അപ്പം വേദവും നമ്മളോട് ഉപദേശിക്കുന്നത് എന്താണ്? നമ്മൾ ബുദ്ധി ഉപയോഗിച്ചിട്ട് വളരുക. അവസാനം നേടാൻ പറ്റുന്ന ജ്ഞാനം എന്താണ്? ആ ഈശ്വരനെ പറ്റിയാണ്. ഏതാണ് പ്രപഞ്ചം ഉണ്ടായത്, എന്തിനു വേണ്ടി, ജീവിതങ്ങളെ പ്രകാശങ്ങളെ അങ്ങനെ മാറ്റുക. അങ്ങനെ ജ്ഞാനം തേടുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ മാറി വരും. പുതിയ പുതിയ ഉപകരണങ്ങളെല്ലാം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ജീവിതം സുഖമാണ്. പണ്ട് നമുക്ക് പേന വേണമായിരുന്നു, ഇപ്പം ഒന്നും വേണ്ട. കൈകൊണ്ട് ടൈപ്പ് ചെയ്യുക. കുറച്ചു കാലം കഴിയുമ്പോൾ ഇനി പറഞ്ഞാൽ മതി, കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്തു. ആ നിലയിലേക്ക് പോയി കഴിഞ്ഞു. പറഞ്ഞാൽ മതി, വെറുതെ ഇങ്ങനെ ടൈപ്പ് ചെയ്യണ്ട. അപ്പം ജ്ഞാനത്തിൻ്റെ ജീവിതത്തിലെ പ്രയാസങ്ങളെ മാറ്റി സന്തോഷവും ആനന്ദവും നന്മയും അപ്പം പ്രയാസങ്ങളെല്ലാം മാറുമ്പോൾ സന്തോഷം ഉണ്ടാകും, ആനന്ദം ഉണ്ടാകും, നന്മയും തന്ന് അനുഗ്രഹിക്കാൻ ആരോട് പറയുകയാണ്? അഗ്നിയോട്. അതെല്ലാം ഊർജത്തിൻ്റെ സംഭാവനയാണ്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലാണ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്. അതെല്ലാം ഊർജത്തിൻ്റെ പ്രത്യേകതയാണ്. പിന്നെയോ ഈശ്വരൻ കളങ്കമില്ലാത്തവനും എന്നെന്നും നിലനിൽക്കുന്നവനുമാണ്. ഈ പ്രപഞ്ചം സൃഷ്ടിച്ച നമ്മളിന്ന് ഉപയോഗിക്കുന്ന ശാസ്ത്രങ്ങൾ നമുക്ക് സംഭാവന ചെയ്ത ആ ശക്തിയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. ഈ ജ്ഞാനം ബുദ്ധിയുള്ള മനുഷ്യരെ, ബ്രാഹ്മണരെ നമുക്ക് തന്നു. ചിന്തിക്കാൻ കഴിവുള്ള മനുഷ്യരെ, ബ്രാഹ്മണരെ, ശാസ്ത്രജ്ഞരെ നമുക്ക് തന്നു. അവർക്ക് ഉപയോഗിക്കാനുള്ള ജ്ഞാനം നമുക്ക് തന്നു. പ്രപഞ്ചം നമുക്ക് തന്നു. ഇതെല്ലാം ഏതിൽ നിന്നാണോ വന്നത്? ആ ശക്തി വിശേഷമാണ് ഈശ്വരൻ. അതിനൊരു കാലത്തും നാശമില്ല. ഈ ഈശ്വരനാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. അപ്പം ഈശ്വരൻ എന്ന് പറയുന്നത് എന്താണ്? പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ അതാണ് ഈശ്വരൻ. അത്രയേ അങ്ങ് അർത്ഥമുള്ളൂ. ചക്കയിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായിരുന്നെങ്കിൽ ചക്കയാണ് ഈശ്വരൻ. മാങ്ങയിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്, മാങ്ങയാണ് ഈശ്വരൻ. അതുപോലെ ഏതിൽ നിന്നാണോ പ്രപഞ്ചം ഉണ്ടായത് അതാണ് ഈശ്വരൻ. അത്രയേ അർത്ഥമുള്ളൂ. അത് രൂപവും ഭാവമില്ലാതെ കാണാൻ പറ്റാത്ത എന്തോ ഒരു ശക്തി വിശേഷമാണ്. ഫോഴ്സാണ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ സാധാരണ ഫോഴ്സ് അല്ല, എന്തോ തന്നെ ഒരു ശക്തി. അത്രയേ ഋഷികളും പറഞ്ഞിട്ടില്ല. എന്തോ ഒരു ശക്തിയാണ്. ആ ശക്തിക്കാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അതിനെ തിരിച്ചറിയാനൊന്നും ഋഷികൾക്ക് പോലും പറ്റിയിട്ടില്ല. അവനാണ് എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്നതും പ്രകാശം പരത്തുന്നതും. അത് തന്നെയാണ് പ്രപഞ്ചമായി മാറിയത്. അപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം അതാണെങ്കിൽ എന്ന് പറഞ്ഞാൽ എല്ലായിടവും ഉള്ളത് ആ ഈശ്വരൻ തന്നെയാണ്. അതാണ് പ്രകാശം. ഈ ഊർജമായിട്ട് പ്രതിഭാസിക്കുന്നതും എല്ലാം അതാണ്. ആയെങ്കിൽ ഊർജം എല്ലാം അത് തന്നെ ആണ്. ഇനി 26 ഭദ്രമായിരിക്കുന്നതിന് മനുഷ്യർ ഭക്ഷിക്കട്ടെ.
സജ്ജനങ്ങൾ, നല്ല ആളുകൾ, നല്ലതായതിനെ നമ്മൾ സ്വീകരിക്കട്ടെ. ഭക്ഷിക്കട്ടെ എന്ന് പറഞ്ഞാൽ തിന്നുക എന്ന അർത്ഥത്തിലെടുക്കും. നല്ല നല്ല നമുക്ക് ശരീരത്തിന് ഗുണമായ സാധനങ്ങൾ ഭക്ഷിക്കട്ടെ എന്നേ അർത്ഥമുള്ളൂ. അല്ലെങ്കിൽ നല്ലത് നമ്മൾ സ്വീകരിക്കട്ടെ. മാത്രമല്ല, ഈ അഗ്നിയെ നമ്മുടെ ഗൃഹത്തിൻ്റെ അധിപനാക്കി മാറ്റട്ടെ. ഓരോ വീട്ടിനും അഗ്നി ഉണ്ടെങ്കിലല്ലേ നിലനിൽക്കാൻ പറ്റുള്ളൂ. വെളിച്ചം വേണം. വെളിച്ചമില്ലെങ്കിലോ നമുക്ക് വെളിച്ചം അഗ്നിയാണ്. വെളിച്ചമില്ലാതെ വീട്ടിൽ നിലനിൽക്കാൻ പറ്റുള്ളൂ. നമുക്ക് എണീച്ചെടുക്കണ്ടിക്ക് ശക്തി വേണം. ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന ശക്തി, ഊർജം, അത് അഗ്നിയാണ്. അതില്ലാതെ നമുക്ക് ജീവിതമുണ്ട്. അപ്പം വീട്ടിൻ്റെ അധിപതി തന്നെയാണ് അഗ്നി, ഊർജമാണ്. അവനെ രാഷ്ട്രങ്ങളും ഊർജത്തിന് വേണ്ടിയാണ് പരസ്പരം തമ്മിൽ കടിപിടി കൂടുന്നത്, ഊർജത്തിന് വേണ്ടി. അവൻ തന്നെയാണ് ഈ നമ്മുടെ കുടുംബ ജീവിതത്തെ അനുഭവവേദ്യമാക്കുന്നത്. നമ്മുടെ കുടുംബത്തിൽ നിലനിൽക്കാൻ സഹായിക്കുന്നത് അവനാണ്. വെളിച്ചത്തിൻ്റെ സഹായത്താലും ഭക്ഷണത്തിൻ്റെ സഹായത്താലും ആ കുടുംബജീവിതം ഭംഗിയിൽ പോകുന്നത് അഗ്നിയുടെ സഹായത്താലാണ്. അതുകൊണ്ട് ജ്ഞാനികളുടെ ഉപദേശം കേൾക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ജ്ഞാനികളായ മനുഷ്യർ, അതായത് ബ്രാഹ്മണർ, ഏറ്റവും ബുദ്ധിമാന്മാരായ ശാസ്ത്രജ്ഞർ. ഇവിടെ ബ്രാഹ്മണർ എന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ നമുക്കറിയാം, ഇപ്പോൾ ചിന്തകരായ മനുഷ്യർ, ശാസ്ത്രജ്ഞന്മാർ, ഇവരെല്ലാം ബ്രാഹ്മണർ. അല്ല, നമ്മൾ ഈ ഇന്ന് പറഞ്ഞു നടക്കുന്ന ബ്രാഹ്മണരൊന്നുമല്ല. അവരൊന്നും ശാസ്ത്രജ്ഞന്മാരുമല്ല. ജ്ഞാനത്തിൽ താല്പര്യമില്ല അവർക്ക്. വേദം എന്ന് പറഞ്ഞാൽ ജ്ഞാനമല്ല എന്നും പറഞ്ഞുകൊണ്ട് വെറുതെ ചുമ്മാ ഉരുടാനുള്ളതെന്നും പറഞ്ഞുകൊണ്ട് ആണ് അവർ പോകുന്നത്. അതൊന്നും ബ്രാഹ്മണരല്ല. വേദം പറയുന്ന ബ്രാഹ്മണർ, സനാതന ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ ശാസ്ത്രജ്ഞന്മാരാണ്. ഇനി 27, സജ്ജനങ്ങൾ അഗ്നിയെ സ്വീകരിക്കുക. നമ്മൾ അപ്പം അഗ്നിയെയാണ് സ്വീകരിക്കേണ്ടത്. സജ്ജനങ്ങൾ ഇതിനു വേണ്ടി കർമ്മം ചെയ്യുന്നവർ. അല്ല, മടിയന്മാർക്ക് അഗ്നിയുടെ ആവശ്യമൊന്നുമില്ല. അവർക്കും ആവശ്യമുണ്ട്. അവർക്ക് ജീവിക്കണ്ടിക്ക് വല്ലതും തിന്നണം. അവരുടെ ഊർജവും ജീവിക്കാനുള്ള ഊർജം കിട്ടുന്നതും ഭക്ഷണത്തിനാണ്. പക്ഷേ സജ്ജനങ്ങളെ ഉദ്ദേശിക്കുന്നത് കർമ്മം ചെയ്യുന്നവരാണ്. അവർ അഗ്നിയെ സ്വീകരിക്കട്ടെ. അതിലൂടെ എന്ത് പറ്റും? ഐശ്വര്യവും സമൃദ്ധിയും തികഞ്ഞവരാണ്. അവർക്ക് ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകും. ഊർജം ഉപയോഗിച്ച് ലോകപുരോഗതിക്ക് ശ്രമിച്ചാൽ അവർക്ക് ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകും. ദേവതകൾക്ക് സന്തോഷം അതുതന്നെയാണ് നൽകുന്നത്. അഗ്നിയാണ് ദേവതകൾക്ക് സന്തോഷം നൽകുന്നത്. ദേവതകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അഗ്നി ഉപയോഗിച്ചിട്ട് ഓരോ വസ്തു ഉണ്ടാക്കുമ്പോൾ ആ വസ്തുക്കളെയാണ് ദേവതകൾ എന്ന് പറയുന്നത്. ഇപ്പം അരി സന്തോഷിക്കും. വെള്ളത്തിലിട്ടിട്ട് അഗ്നി കൊടുത്തു കഴിഞ്ഞാൽ ആ അഗ്നിയെ എടുത്തുകൊണ്ട് വെള്ളം എടുത്തുകൊണ്ട് എന്തായിത്തീരും? നല്ല സുന്ദരമായ ചോറായി മാറും. അപ്പം അഗ്നി, ദേവതകൾ സന്തോഷിക്കുകയാണ്. നമ്മൾ എന്തൊരു വസ്തുവിനെയും വേറൊന്നാക്കി മാറ്റുമ്പോൾ ആ ദേവത സന്തോഷിക്കുകയാണ്. കാരണം അതിൻ്റെ വാല്യൂ കൂടി. ഒരു കല്ലെടുത്തിട്ട് ചെത്തി നല്ല രൂപത്തിലാക്കുമ്പോൾ ആ കല്ലിൻ്റെ മഹത്വം കൂടി. അപ്പം ദേവതകൾ സന്തോഷിക്കും. അങ്ങനെയുള്ള അഗ്നി എന്ത് വേണം? യഥാവിധി നമ്മൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് മനസ്സിലാക്കണം. അങ്ങനെയുള്ള അഗ്നി എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാക്കണം. അഗ്നി ഉപയോഗിച്ച് എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ചൂട്, ഊർജം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം? മത്സ്യമുണ്ടൊക്കെ നല്ല മത്സ്യക്കറി മാതിരി ഉണ്ടാക്കാം. അല്ലെങ്കിൽ നല്ല ഫ്രൈ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അല്ലെങ്കിൽ വെയിലത്തിട്ടാൽ കുറച്ച് ഉപ്പിട്ടിട്ടാൽ ഉണക്കി കിട്ടും. ഇതൊന്നും ആത്മീയതയൊന്നും അല്ല. ആത്മീയത എന്ന് പറയുന്നത് മത്സ്യം കഴിക്കാതിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. നമ്മൾ എന്തെല്ലോ ധരിച്ചു വെച്ചിട്ടുണ്ട് ആത്മീയത. വേദങ്ങൾ എന്നുള്ള ആത്മീയതയാണ് മത്സ്യം കൂട്ടാതെ വ്രതമനുഷ്ഠിക്കുക, ഇതെല്ലാണെന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. ഒരു ചുക്കുമല്ല. ഊർജം ഉപയോഗിച്ച് നിങ്ങൾക്ക് മത്സ്യം വേണിക്കൽ നല്ല ഫ്രൈ ചെയ്തിട്ട് കഴിച്ചു കഴിഞ്ഞാൽ മനസ്സിനൊരു സന്തോഷം കിട്ടും, ഉന്മേഷം കിട്ടും, ശരീരത്തിന് ആരോഗ്യം കിട്ടും. ചിക്കൻ കടിച്ച് വലിക്കാം അഗ്നി ഉപയോഗിച്ച് കഴിഞ്ഞാൽ. ഇങ്ങനെയാണ് മനുഷ്യൻ ആഘോഷിക്കുന്നത്, ജീവിതം ആഘോഷിക്കുന്നത്. ഭൗതിക ലോകത്തിൽ സുഖിക്കാൻ തന്നെയാണ്. പക്ഷേ കിട്ടുന്ന സുഖം കുറച്ച് സമയം കിട്ടുള്ളൂ. അധികം കഷ്ടപ്പാട് തന്നെയാണ്. എന്നാലും ഇതെല്ലാം തന്നെയാണ് ഇത് മനുഷ്യന്.
ഏത് ആഘോഷത്തിന് പോയാലും ബിരിയാണി, ചിക്കൻ ബിരിയാണി, അല്ലെങ്കിൽ പൊറോട്ടയും ചിക്കനും. ഇതാണ് ഇന്ന് ലോകത്തിൽ എവിടെ പോയാലും ഉള്ള. കുറച്ച് പേര് കൈകാലിരിക്കുന്നുണ്ട് എന്തോ ആത്മീയവും പറഞ്ഞിട്ട്. അതിന് ആത്മീയമായിട്ട് ഒരു ബന്ധവുമില്ല. അഗ്നി പറയുന്നത് എന്താണ്? നിങ്ങൾ അഗ്നി ഉപയോഗിച്ചിട്ട് എങ്ങനെയെല്ലാം ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കിയാലും അഗ്നി ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ ചുട്ടെടുക്കും. തണ്ടൂരി ചിക്കൻ ഉണ്ട്, അതെല്ലാം പലതരത്തിൽ അഗ്നി ഉപയോഗിച്ചിട്ടുള്ള പരിപാടികളാണ്. അങ്ങനെയാണ് ഈ ലോകത്തിലെ ഭൂരിപക്ഷവും ജനം ജീവിക്കുന്നത്. സന്തോഷിച്ചിട്ട് ജീവിക്കുകയാണ്. അവരെന്ത് പറയണം? എന്നാ പിന്നെ ഒന്ന് ആഘോഷിക്കണം എന്ന് പറഞ്ഞിട്ട് പോകുന്ന എവിടെയാണ്? അല്ല, ചിക്കൻ ഫ്രൈ ഉള്ളിടത്തും തന്നെയാണ്, കടിച്ചു വലിക്കാൻ തന്നെയാണ് പോകുന്നത്. നിങ്ങൾ സജ്ജനങ്ങൾ പുത്രപൗത്രാദികളോടൊപ്പം സന്തോഷത്തോടെ കഴിയുക. അങ്ങനെ തന്നെ പുത്രപൈത്രാദികളോടുകൂടി ചിക്കനെല്ലാം വാങ്ങിക്കൊണ്ടാന്നിട്ട് നല്ല തണ്ടൂരി ചിക്കൻ മാരിയെല്ലാം ഉണ്ടാക്കിയിട്ട് കടിച്ചു വലിക്കുക. പുത്രപൗത്രാദികളോടെല്ലാം ഇട്ടിട്ട് ചെയ്യുന്നത് എന്താണ്? ഇന്ന് നമുക്ക് നല്ലൊരു ഭക്ഷണം കഴിക്കണം, ഇവിടെ നിന്ന് വീട്ടില്ലാത്ത ഹോട്ടലിൽ നിന്ന് കാറിലെടുത്ത് പോകും, നല്ലൊരു ഹോട്ടലിൽ കയറി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചിക്കൻ ഫ്രൈ വരട്ടെ, ചിലവർക്ക് ബീഫ് ഫ്രൈ ആയിരിക്കും വേണ്ടി വരും. ഇതാണ് വേദങ്ങൾ പറയുന്നത്. അല്ലാതെ ഇതിനകത്ത് എവിടെയാണ് വ്രതം അനുഷ്ഠിക്കുക, നിങ്ങൾ പട്ടിണി കിടക്കുക എന്നല്ല പറയുന്നത്. അഗ്നി ഉപയോഗിച്ചിട്ട് നല്ല സുഖമായിട്ട് പുത്രന്മാരും പൗത്രോടന്മാരായിട്ട് ആഘോഷിക്കുക. നിങ്ങളുടെ സഞ്ചാര വീതിയിൽ നിന്നും ശത്രുക്കൾ ഒഴിഞ്ഞു പോകട്ടെ. അങ്ങനെ നിങ്ങൾ സന്തോഷിക്കാൻ വേണ്ടി പോകുമ്പോൾ ശത്രുക്കളൊന്നും നിങ്ങൾക്കെതിരായിട്ട് വരരുത്. അതിനൊന്ന് വേണം? ഊർജം വേണം. ഊർജം ഉണ്ടെങ്കിലല്ലേ പറ്റൂ. ശത്രുക്കൾ വരുമ്പോൾ എവിടെയാണ് നീ പോകുന്നത് എന്ന് പറയുമ്പോൾ എനിക്കിഷ്ടമുള്ളിടത്ത് ഭൂമി ആര് ചോദിക്കുക എന്ന് പറയും. അടിക്കുകയാണെങ്കിൽ തിരിച്ചൊരടിയും കൊടുക്കണം. അതിന് ഊർജം വേണം. ഊർജം ഉണ്ടെങ്കിലേ എന്ത് പറ്റുള്ളൂ? നിങ്ങളുടെ സഞ്ചാര വീതിയിൽ നിന്ന് ശത്രുക്കൾ ഒഴിഞ്ഞു പോട്ടെ. ഇങ്ങനെ സുഖമായിട്ട് ജീവിതം മുന്നോട്ടേക്ക് പോകുമ്പോൾ ചിലവർ പിടിച്ചു വലിക്കും പിന്നോട്ടേക്ക്. നമുക്ക് ഗോത്ര കാലഘട്ടത്തിലേക്ക് പോയാൽ മതി എന്നും പറഞ്ഞു അവരിലെല്ലാം മറികടന്നിട്ട് തന്നെ വേണം നമ്മൾ മുന്നോട്ടേക്ക് പോകാൻ. ഇനി 28. ഈ യജമാനൻ അഗ്നിയിൽ അഭയം പ്രാപിക്കുവാൻ ഇച്ഛിക്കുന്നു. യജമാനന്മാർ അഗ്നിയെയാണ് അഭയം പ്രാപിക്കുന്നത്. അഗ്നി ഉള്ളത് കൊണ്ടാണ് നമുക്കിങ്ങനെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്നത്. ഈ സംസാരിക്കാൻ പറ്റുന്നതുകൊണ്ട് വല്ലതും ഉള്ളിൽ ചെന്നുകൊണ്ടാണ്, ആ ഊർജത്തോണ്ടാണ്. അഗ്നിയെ ഊർജമായിട്ട് കാണണം. ആദ്യം അത് ശ്രദ്ധിച്ചോളണം. നമ്മൾ ഇരുന്ന് വാഴ കടിക്കുന്നതിന് വല്ലത് ഉള്ളിൽ ചെന്നിട്ടാണ്. വല്ലത് ഉള്ളിൽ ചെന്നിട്ടില്ലെങ്കിൽ വായു കൂട്ടിയിരിക്കും. അതിനുള്ള ശക്തി എനിക്ക് ഊർജമില്ല, ശക്തിയില്ല. ഇത് കിട്ടുന്നതുകൊണ്ടാണ്. അപ്പോൾ യജമാനൻ അഗ്നിയിൽ അഭയം നേടാൻ ആഗ്രഹിക്കുന്നു. ദൈനംദിന കാര്യങ്ങളെല്ലാം അഗ്നിയുടെ സഹായത്താൽ ചെയ്യുന്നു. നമ്മൾ ഡേ ടു ഡേ പല്ല് തേക്കുന്നവരെ ഊർജം വേണ്ടേ? ചായ കുടിക്കും, ഒരു ഉന്മേഷം കിട്ടും. നമ്മൾ ഇതിലൂടെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. നമ്മുടെ ദൈനംദിന എല്ലാ പ്രവർത്തികളും അഗ്നിയിലൂടെയാണ് സഹായിക്കുന്നത്. ഈ അഗ്നി യജമാനനെ എല്ലാവിധ ഐശ്വര്യവും നൽകട്ടെ. അഗ്നിയോട് പറയാണ് യജമാനന് ഐശ്വര്യം നൽകുക. പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഊർജത്തിലൂടെയാണ്. അതുകൊണ്ടാണ് ഏത് യജ്ഞവും അഗ്നിയെ മുൻനിർത്തി ചെയ്യുക എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ മുന്നോട്ടേക്ക് ചലിക്കണ്ടെങ്കിൽ അഗ്നിയില്ലാതെ നടക്കില്ല. ആ ശാസ്ത്രതത്വമാണ് വേദം പറയുന്നത്. ഇതിന് ജാതിയുമില്ല, മതവുമില്ല. വിളക്ക് കത്തിക്കില്ല എന്ന് ചിലർ വാശി പിടിക്കും. അവർ ഊർജമില്ലാതെയാണ് ജീവിക്കുന്നത്. വേദം പറയുന്നത് എന്താണ്? നിങ്ങൾ ഒരു ചോറ് വെക്കണ്ടിക്ക് അഗ്നി ഇല്ലാതെ നിങ്ങളെ പരിപാടി നടക്കില്ല. എന്നാൽ അതാണ് അവർ കാണിച്ചു തരേണ്ടത്. ഞാൻ വിളക്ക് കത്തിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അഗ്നിയൊന്നും വേണ്ട, നമ്മൾ അഗ്നിയില്ലാതെ ജീവിച്ചോളൊന്നും കാണിച്ചാൽ. ഇതാണ് വേദം പറയുന്നതിൻ്റെ അർത്ഥം. അഗ്നിയെ മുൻനിർത്തി കർമ്മം ചെയ്യുക എന്നുള്ള ശാസ്ത്രതത്വം പറയുകയാണ്. അഗ്നിയുടെ മഹാത്മ്യത്തെ പറ്റിയാണ്. ഈ അഗ്നി ഉപയോഗിച്ചിട്ട് തന്നെയാണ് അറബി രാഷ്ട്രങ്ങൾ ഈ നിലയിലേക്ക് ഉയർന്നിരിക്കുന്നത്. അവിടുത്തെ ഊർജം കൊണ്ടാണ്. അതാണ് വേദം പറയുന്നത്. അഗ്നിയാണ് നിങ്ങളെ രക്ഷിക്കുന്നത്. അറബി രാഷ്ട്രങ്ങൾ രക്ഷപ്പെടുന്നത് അഗ്നിയുടെ സഹായത്താലാണ്. അപ്പോൾ ഇല്ല, നമ്മൾ അഗ്നിയൊന്നും ബഹുമാനിക്കില്ല. നമ്മൾ അഗ്നിയെ വിളക്ക് കത്തിക്കുന്നതന്നെ നമുക്ക് അലർജിയാണ്. ഇതിൻ്റെ ആ അഗ്നിയിലൂടെയാണ് രാജ്യം പുരോഗമിക്കുന്നത്. ഇത്രയും നിസ്സാരമായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളെ ഇതിൻ്റെ അകത്തുള്ളൂ. തങ്ങളുടെ എഴുത്തുകളിൽ ഗോക്കളെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് അതും, നമ്മളുടെ
തൊഴുത്തുകളിൽ, എടുത്തല്ല, തൊഴുത്തുകളിൽ ഗോക്കളെ കാണാൻ ആഗ്രഹിക്കുന്നവർ. നമ്മളെ തൊഴുത്തിൽ ഗോക്കൾ ഉണ്ടാകണമെങ്കിൽ പശുക്കൾ നിറഞ്ഞു കിടക്കണമെന്ന് വെച്ചോ, പശുക്കൾ നിറഞ്ഞു കിടക്കണമെങ്കിൽ എന്ത് വേണം? അതിന് തിന്നാൻ കൊടുക്കേണ്ട പുല്ല് ഇഷ്ടമായി വേണം. പുല്ലിലൂടെ അതിനെന്താണ് കിട്ടുന്നത്? ഊർജമാണ് കിട്ടുന്നത്. ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും ആവശ്യമായ ഊർജം തന്നെയാണ് ദ്രവ്യമായി മാറുന്നത്. ഇപ്പം പശുക്കൾ ഉണ്ടാകണമെങ്കിൽ തിന്നാൻ നല്ല ഭക്ഷണം, തിന്നാൻ നല്ലവണ്ണം കിട്ടണം. തിന്നാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ തിന്നൽ തന്നെയാണ് ഊർജത്തിന് വേണ്ടിയിട്ടാണ്. അതിലൂടെയാണ് ശരീരം നിർമ്മിക്കപ്പെടുന്നത്. ദ്രവ്യമാണ് ഊർജമാണ് ദ്രവ്യമായിട്ട് മാറുന്നത്. രാസപ്രവർത്തനങ്ങളെല്ലാം ഊർജത്തിൻ്റെ സഹായത്താലാണ് നടക്കുന്നത്. മേഘങ്ങളിൽ ആകാശത്തിൽ മേഘങ്ങൾ നിറഞ്ഞിരിക്കുന്നത് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ, ആകാശത്തിൽ ഇങ്ങനെ മേഘം ഉണ്ടാകുന്നത്? സൂര്യനിൽ നിന്നുള്ള ഊർജം വെള്ളത്തിൽ തട്ടുന്നു, വെള്ളം ബാഷ്പീകരിച്ച് മുകളിൽ പോകുന്നു, ആകാശത്തിൽ മേഘമായി മാറും. എത്ര വലിയ സയൻസുകളാണ് ഈ വേദത്തിലുള്ളത്. ഇതാണ് നമ്മൾ വേദത്തിൽ സയൻസ് ഒന്നുമില്ല, വേദവരികൾക്കൊന്നും അർത്ഥമില്ല, ശാസ്ത്രജ്ഞന്മാരോടൊന്നും ഇതിലേക്ക് കടന്നേക്കരുത് എന്നെല്ലാം പറഞ്ഞതുകൊണ്ട് തന്നെയാണ് മേഘമുണ്ടാകുന്ന എവിടെ നിന്നാണെന്ന് പറയുന്ന വേഗം മഴവെള്ളം ബാഷ്പീകരിച്ച് മുകളിൽ പോയിട്ട് അതാണ് മേഘമായി തീരുന്നത് എന്നെല്ലാം പറഞ്ഞു വെച്ചിട്ട് നമ്മൾ കുട്ടികളുടെ സ്കൂളിൽ എന്താ പഠിപ്പിക്കുക? സായിപ്പന്മാരാണ്, മേഘമാണ്, മഴവെള്ളം ബാഷ്പീകരിച്ചിട്ടാണ് മേഘമുണ്ടായിരിക്കുന്നത് എന്നെല്ലാം പഠിപ്പിക്കുകയാണ്. എന്തുകൊണ്ട്? ഈ വേദപുസ്തകങ്ങൾ എല്ലാം അടങ്ങിയിരിക്കുന്ന, പ്രപഞ്ചത്തിലെ എല്ലാ ശാസ്ത്രവും അടങ്ങിയിരിക്കുന്ന പുസ്തകങ്ങൾ തലക്കടിയിലും വെച്ചിട്ട് ഉരുവിട്ടുകൊണ്ടിരിക്കും. ആരെങ്കിലും അതിൻ്റെ അകത്ത് അർത്ഥമുണ്ടെങ്കിൽ അതിന് അർത്ഥമൊന്നുമില്ല. നിങ്ങൾ ആദ്യം ഉരുവിടാൻ പഠിക്കും, ഉരുവിട്ടാൽ മതി. അർത്ഥമെല്ലാം പിന്നെ പൊങ്കാം, കാരണം അറിയില്ല. എന്നിട്ട് ശാസ്ത്രജ്ഞന്മാർ നോക്കുമ്പോൾ നിങ്ങൾക്കൊന്നും വണ്ടിയൊന്നും ഇണ്ടാത്തില്ല. പക്ഷെ എന്നാലും വിദേശികളായ ചില സായിപ്പന്മാർ വന്നിട്ട് ചെകന്നെടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി. എന്നിട്ട് അവരവിടെ ഇരുന്ന് കണ്ടുപിടുത്തം നടത്തുമ്പോൾ ഇവിടെ ഇരുന്ന് കണ്ട വേദത്തിലുള്ളതാണ്, നമ്മളെടുത്ത് നടിച്ചു കൊണ്ടുപോയതാണ്. ഇതാണ് നമ്മുടെ അവസ്ഥ, സനാതനധർമ്മത്തിൻ്റെ അവസ്ഥ. കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് അതും, കാണാൻ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ലതെല്ലാം ചുവപ്പ് പൂ, പച്ചപ്പൂ, ഇതെല്ലാം കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും അഗ്നിയിലൂടെയാണ്, വെളിച്ചത്തിലൂടെയാണത് ചുവപ്പും പച്ചയെല്ലായിട്ട് മാറുന്നത്. അത് വേറൊരു ശാസ്ത്രം. പല വസ്തുക്കൾക്കും പല നിറങ്ങളുണ്ടായിരിക്കുന്ന പ്രകാശത്തിൻ്റെ ഒരു പ്രത്യേകത. അതും എല്ലാം അനുഗ്രഹം നൽകുക ആരാണ്? ഊർജം തന്നെയാണ്. ഇനി 29. ഋഷികൾ, മനുഷ്യരായ ഋഷികൾ ഈശ്വരനെ പാടിപ്പുകഴ്ത്തി. ഋഷികൾ പാടിപ്പുകഴ്ത്തു തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഈ വേദപുസ്തകങ്ങളിലൂടെ. ഇതുവരെ പാടിപ്പുകഴ്ത്തുകയാണ് ചെയ്യുന്നത് അഗ്നിയെ. ആരാണത്? ഋഷികൾ പ്രപഞ്ച രഹസ്യം മുഴുവൻ മനസ്സിലാക്കിയിട്ട് ഓരോന്നിനെയും ഇവിടെ പാടിപ്പുകഴ്ത്തുകയാണ്. അഗ്നിയെപ്പറ്റി പാടിപ്പുകഴ്ത്തുന്നു, വെള്ളത്തെപ്പറ്റി പാടിപ്പുകഴ്ത്തുന്നു, മഴയെപ്പറ്റി പാടിപ്പുകഴ്ത്തുന്നു, റോക്കറ്റിനെ പറ്റി പാടിപ്പുകഴ്ത്തുന്നു, വിമാനത്തെപ്പറ്റി പാടിപ്പുകഴ്ത്തുന്നു. ഇതെല്ലാം വേദത്തിൽ പാടിപ്പുകഴ്ത്തിയിരിക്കുകയാണ്. ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ, ഇതെല്ലാം വേദത്തിലൂടെ പാടി പുകഴ്ത്തുകയാണ്. ജനങ്ങൾക്ക് സുഖം നൽകുന്നത്, നമുക്ക് സുഖം നൽകുന്നത് എങ്ങനെയാണ്? ഇതിങ്ങനെ ഉരുവിട്ടിട്ടാണോ സുഖം നൽകുന്നത്? ഇതില്ലാത്തുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയത് പുരോഗമിക്കാൻ നല്ല സുഖം കിട്ടും. നമുക്ക് നല്ല സുഖം കിട്ടുന്നത് എങ്ങനെയാണ്? ഈ ശാസ്ത്രത്തിൻ്റെ സഹായത്താലാണ് സുഖം കിട്ടുന്നത്. എല്ലാറ്റിനും നാഥനുമായിരിക്കുന്നത് ഈശ്വരനാണ്. ഇവിടെ ഈശ്വരനെയാണ്. ഈ പ്രപഞ്ചം, ഇങ്ങനെയുള്ളൊരു പ്രപഞ്ചം നമുക്ക് ഉണ്ടാക്കി തന്ന ആരാണ്? ഈശ്വരനാണ്. അതിനുള്ള ജ്ഞാനവും തന്ന്, അതിനുള്ള ബുദ്ധിയുള്ള ബ്രാഹ്മണരെയും ശാസ്ത്രജ്ഞരെയും തന്നിട്ടുണ്ട്. അവരിലൂടെയാണ് നമ്മൾ സുഖം അനുഭവിക്കേണ്ടത്. അങ്ങനെയുള്ള ഈശ്വരൻ നമുക്ക് എന്ത് തരുന്നു? സുഖവും ആനന്ദവും സന്തോഷവും എല്ലാം നൽകുന്നതോടൊപ്പം പുത്രന്മാരെയും നൽകട്ടെ. നമുക്ക് പുത്രന്മാരെയും നൽകുന്ന ആരാണ്? നമ്മളാണ്. നമ്മളൊന്നുമല്ല, നമ്മളതിന് വേദി ഒരുക്കി കൊടുക്കുന്നതേ ഉള്ളൂ. ഇപ്പോഴും മക്കളില്ലാതെ ആശുപത്രിയിൽ പോകും, മക്കളുണ്ടാക്കി തരുന്നു. അവരും ചെയ്യുന്ന എന്താണ്? അതിനുള്ള പല തടസ്സങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിക്കൊടുക്കുന്നു എന്നല്ലാതെ കൂടിച്ചേരുന്നതെല്ലാം അല്ലെങ്കിൽ വേറെ കൃത്രിമമായിട്ട് കൂട്ടിച്ചേർക്കുന്നു, അത്രയേ ഉള്ളൂ. ഇതെല്ലാം പ്രകൃതിയിൽ നടക്കുന്ന സംഭവങ്ങളെ നമ്മൾ സഹായിച്ചു കൊടുക്കുന്നതേ ഉള്ളൂ.
എപ്പോഴുണ്ടാകണമെന്നല്ല. അത് ഡോക്ടർമാർക്ക് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. കൃത്യമായിട്ട് വേറെ ആളെ അടുത്ത് ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പം എല്ലാം പ്രകൃതിക്ക് വേണ്ട സമയത്താണ് പ്രകൃതി ജയിപ്പിക്കുകയാണ്. ഈ ശാസ്ത്രജ്ഞന്മാരിലോട്ട് അത് ആക്ട് ചെയ്യുന്നതും ആ ശക്തി തന്നെയാണ്. ഞങ്ങളിൽ ആർക്കും ദോഷം നിറക്കാതിരി, നമ്മൾ ദോഷമുണ്ടാക്കരുത്. ദോഷം എന്ന് പറഞ്ഞാൽ ഈ സയൻസിനെയെല്ലാം നമ്മൾ മിസ്യൂസ് ചെയ്യും, അഗ്നിയെ മിസ്യൂസ് ചെയ്യും. വല്ലവൻ്റെയും വീട്ടിൻ്റെ കൂടെ തീ കൊടുക്കുന്നതെല്ലാം കണ്ടിട്ടില്ല? ശത്രുക്കളുടെ വീടുകളെല്ലാം പോയി തീയിട്ട് കരിച്ചു കളയുക. ഇതെല്ലാം ദോഷം ചെയ്യുന്ന പ്രവർത്തികളാണ്. അങ്ങനെ നമുക്ക് മഹത്വം ഉണ്ടാകട്ടെ. നമ്മളെ മേധാശക്തിയാൽ, ഉയർന്ന ചിന്താഗതികളാൽ നമുക്ക് മഹത്വം ഉണ്ടാകട്ടെ. ഇനി 30 അങ്ങനെ ഈ യജ്ഞശാലകളിലൂടെ നമ്മളീ നടത്തുന്ന യജ്ഞങ്ങളിലൂടെ അഗ്നി സമൃദ്ധിയിലേക്ക് നമ്മളെ നയിക്കുന്നു. സമൃദ്ധമായ ഒരു ലോകത്തിലേക്കാണ് നമ്മളെ അഗ്നി നയിക്കുന്നത്. അങ്ങനെയുള്ള അഗ്നിയെ ജ്ഞാനികൾ ഭക്ഷണ പദാർത്ഥങ്ങളിൽ പരിസേവിക്കട്ടെ. ജ്ഞാനികളായവരെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ പരിസേവിക്കട്ടെ. പരിസേവിക്കുക എന്ന് പറഞ്ഞാൽ വിവിധ തരം ഭക്ഷണ പദാർത്ഥങ്ങൾ അഗ്നിയുടെ സഹായത്താൽ ഉണ്ടാക്കിയെടുക്കട്ടെ. നമുക്ക് ഊർജം തരുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതെല്ലാമാണ്? വൈറ്റമിൻ ഗുളികയുണ്ട്, അഗ്നിയുടെ സഹായത്താലല്ല. അല്ലെങ്കിൽ നല്ല ചവനപ്രാശം വരെയുള്ള വസ്തുക്കളെല്ലാം ഉണ്ട്, ടോണിക്കുകളെല്ലാം ഉണ്ട്. അതെല്ലാം നമുക്ക് ഊർജം തരുന്ന വസ്തുക്കളാണ്. അല്ലെങ്കിലോ നല്ല നല്ല ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം സയൻസിലോട്ട് നമ്മൾ ഇന്ന് എന്തെല്ലാം തരം, ഇതെല്ലാം ശാസ്ത്രത്തിൻ്റെ സഹായത്താലാണ്. വണ്ടിയിട്ടില്ല ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ട് ഇങ്ങനെ ചെത്തി എടുക്കുന്നത്. ഇങ്ങനെ റോളറുമാരി വെച്ചിട്ട് ചെത്തി അപ്പുറത്ത് കൂട്ട മറ്റേ ഗ്യാസിൻ്റെ അഗ്നി ഇങ്ങനെ വരും. ഇത് ചെത്തി എന്തെല്ലാം അതിൻ്റെ പേരെല്ലാം പല വഴികളാണ്. ഇതെല്ലാം ശാസ്ത്രത്തിൻ്റെ സംഭാവനയാണ്. നമുക്ക് പണ്ട് എണ്ണയിൽ പൊരിച്ചെടുക്കാനേ പറ്റുള്ളൂ. ഇപ്പം അങ്ങനെയൊന്നുമല്ല. KFCൻ്റെ കണ്ടില്ലേ, അതിൽ എണ്ണയിൽ പൊരിച്ചു, അങ്ങനെ നമുക്ക് പൊരിച്ചെടുക്കാൻ പറ്റും. അത് വേറെ ടെക്നോളജി. വേറെ ടെക്നോളജി, അഗ്നിയുടെ ടെക്നോളജി. അഗ്നിയുടെ സഹായത്താലാണ് അങ്ങനെ. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ എണ്ണയിലിട്ടിട്ട് അങ്ങനെ വലിയെടുക്കാൻ പറ്റും. എണ്ണയിലിടുന്ന വേറെ ടേസ്റ്റ്, ഇത് വേറെ ടേസ്റ്റ്. കൃതത്താൽ അധിയെപ്പോലെ പരിപോഷിക്കുകയും, കൃതം കൊണ്ടാണ് അഗ്നി. അതുകൊണ്ട് അഗ്നി കത്തുന്നത് കൃതം ഉപയോഗിച്ചു. ഹവ്യങ്ങളാൽ ഈ അഗ്നിക്ക് സമൃദ്ധി ഉണ്ടാക്കട്ടെ. നമ്മൾ കൊടുക്കുന്ന വസ്തുക്കളാണ് ഹവ്യങ്ങൾ. അപ്പം അഗ്നിക്ക് എന്ത് പറ്റും? സമൃദ്ധി ഉണ്ടാകും. ചിലത് അഗ്നിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് സമൃദ്ധിയാവും. എന്താണത്? അഗ്നിയെ വേണമെങ്കിൽ നമുക്ക് വെളിച്ചമാക്കി മാറ്റാം, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആയിട്ട് മാറ്റാം. അതിനുള്ള തരത്തിൽ അഗ്നിക്ക് ഹവ്യങ്ങൾ അർപ്പിക്കണം. അപ്പോൾ അത് ഊർജത്തെ മെക്കാനിക്കലാക്കാം, ഇലക്ട്രിക്കലാക്കാം, ഇങ്ങനെ പലതരത്തിലാക്കി മാറ്റാം. ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും മംഗളമായിട്ട് നടക്കട്ടെ. ഇപ്പോൾ ലോകത്തിൽ എന്ത് കാര്യങ്ങളും മംഗളമായി നടക്കണ്ടെങ്കിൽ ഊർജം വേണം, അഗ്നി വേണം. അപ്പോൾ ഇത്രയാണ് ഇന്ന് നോക്കുന്നത്. ബാക്കി അടുത്തത്.